വൈദ്യുതി നിരക്കിൽ വർധന വരുത്താൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്ഇബി വൈദ്യുതി വാങ്ങിയ 68.68 കോടി രൂപ പിരിഞ്ഞു കിട്ടാത്തതിനാൽ നിലവിലുള്ള സർചാർജിന് പുറമെ വൈദ്യുതി യൂണിറ്റിന് 14 പൈസ കൂടി സർചാർജായി ഈടാക്കാൻ അനുവദിക്കണമെന്നാണ് റെഗുലേറ്ററി കമ്മീഷനോട് കെഎസ്ഇബിയുടെ ആവശ്യം. നിലവിൽ യൂണിറ്റിന് 19 പൈസയാണ് വൈദ്യുതി നിരക്കായി കെഎസ്ഇബി ഈടാക്കുന്നത്. 14 പൈസ കൂടി വർദ്ധിപ്പിച്ചാൽ വൈദ്യുതി യൂണിറ്റിന് 33 പൈസയായി ഉയരും. സർക്കാരിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമാകും റെഗുലേറ്ററി കമ്മീഷൻ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിലായിരുന്നു 14 പൈസ കൂട്ടണമെന്ന ആവശ്യം ബോർഡ് മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെ അധികമായി വൈദ്യുതി വാങ്ങിയതിൽ ഇനിയും 60.68 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട് എന്നാണ് കെഎസ്ഇബിയുടെ വാദം. കഴിഞ്ഞ ദിവസം ബോർഡിന്റെ പെറ്റീഷനിൽ റെഗുലേറ്ററി കമ്മീഷൻ വാദം കേട്ടെങ്കിലും തീരുമാനമായിട്ടില്ല. കെഎസ്ഇബിക്ക് പറയാനുള്ളത് വിശദമായി കേട്ടെങ്കിലും സർക്കാരിന്റെ അഭിപ്രായം കൂടി കേട്ട ശേഷമേ കമ്മീഷൻ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ വൈദ്യുതി നിരക്ക് കൂട്ടിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനം ഉടൻ ഉണ്ടാകില്ല എന്നാണ് സൂചന. അനുമതി നൽകിയാൽ ഫെബ്രുവരി മാർച്ച് മാസത്തെ ബില്ലിൽ യൂണിറ്റിന് 33 പൈസ വീതം ജനങ്ങൾക്ക് സർചാർജ് അടയ്ക്കേണ്ടി വരും. അതായത് പ്രതിമാസം 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 33 രൂപ കൂടി അധികം നൽകണം. കടുത്ത ചൂടിൽ വൈദ്യുതി ഉപഭോഗം ഗണ്യമായി കൂടിയ അവസ്ഥയിൽ സർചാർജ് കൂട്ടിയാൽ വൈദ്യുതി ബിൽ സാധാരണക്കാരെ പൊള്ളിക്കുമെന്ന് ഉറപ്പ്. ജനം, തിരുവനന്തപുരം.